ARM അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ARM എന്ന് പറയുന്ന സിനിമ റിലീസായിരിക്കുകയാണ്. അതൊരു ടൊവിനോ പടമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പടം കാണാൻ ആഗ്രഹിക്കുന്നത്, അതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇതൊരു ടൊവിനോ പടമായതുകൊണ്ടാണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ടൊവിനോ എന്ന് പറയുന്ന ആക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഫാൻ എന്നുള്ളൊരു വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല, പക്ഷേ എനിക്ക് ടൊവിനോ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹം ചെയ്യുന്നൊരു ഹാർഡ് വർക്കിനുള്ള ഒരു റിസൾട്ട് പല പടങ്ങളിലും കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു വിജയങ്ങൾ പല സിനിമകളിലും അർഹിച്ച വിജയം പോലും കിട്ടാത്ത ഒരുപാട് സിനിമകളുണ്ട്. അതുകൊണ്ടൊക്കെയാണോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ടൊവിനോ ഒരു പടം വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകാറുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ അവർ അനൗൺസ് ചെയ്തപ്പോഴാണെങ്കിലും ARM എന്ന് പറയുന്നത് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ ഈ ഒരു പടം അതൊരു ടൊവിനോ പടമായതുകൊണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു സിനിമയാണ് ഇത്. എനിക്ക് തോന്നുന്നു 50ാമത്തെ ചിത്രം കൂടാണ് അദ്ദേഹത്തിൻ്റെ. 50എന്ന് വെച്ചാൽ നായകനായിട്ടുള്ള 50 സിനിമകളെന്നല്ല, എൻ്റെ ഫിൽമോഗ്രഫിയിൽ ഇത് 50ാമത്തെ സിനിമയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ലേബലിൽ തന്നെ ആയിരിക്കും ഇത് വരുന്നത്. 50ാമത്തെ സിനിമയാകുമ്പോൾ അതിൻ്റേതായ ഒരു വിജയം ഈ ഒരു സിനിമയ്ക്ക് കിട്ടണമെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുകയാണ്. അതിനുള്ള ഒരു സംഭവമാണ് ഈ സിനിമ. നമ്മുടെ ട്രെയിലർ ആയിക്കോട്ടെ, തന്നെ ബാക്കി വരുന്ന പ്രൊമോഷൻ മെറ്റീരിയൽസിന് നമുക്ക് മനസ്സിലാവും. എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഈ സിനിമയിലേക്ക് എന്നെ ഹുക്ക് ചെയ്തത് ടൊവിനോ തോമസ് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ കഥ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സിനിമകളിൽ കാണുന്ന നമ്മൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമ ഇത് അനൗൺസ് ചെയ്തപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു വെച്ചാൽ നമ്മുടെ അനേകൻ എന്നും പറഞ്ഞിട്ട് ധനുഷിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ കാലഘട്ടം എന്ന് പറയാം, 3 ജന്മങ്ങളാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ആൾക്കാരാണ്. പക്ഷേ ഇതിനകത്തെന്ന് വെച്ചാൽ ടോട്ടലി ഡിഫറെൻറ്റ് 3 ജനറേഷൻ, അത് ഇവർ തമ്മിലൊരു കണക്ഷനുണ്ട്. അങ്ങനെ വരുന്ന 3 ക്യാരക്ടേഴ്സിൻ്റെ കഥയാണ്. ഇതിൻ്റെ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത് എനിക്കൊന്ന് 1800 അങ്ങനത്തെ ഒരു അതിൻ്റെ എൻഡിൽ തൊട്ട് 1992 ആ ഒരു കാലഘട്ടം വരെയുള്ള ഒരു വലിയ ക്യാൻവാസാണ്, വലിയൊരു ഡ്യൂറേഷനാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അങ്ങനെയുള്ള 3 ടൈം ലൈനിൽ നടക്കുന്ന ഓൾമോസ്റ്റ് സിമിലർ ക്യാരക്ടർ ആകാം. പക്ഷേ കൊച്ചുമകൻ അപ്പൂപ്പൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ, അങ്ങനെ എന്തോ ഒരു 3 കണക്ഷനിലാണ് ഈ ഒരു സിനിമ വരുന്നത്. അപ്പോൾ ഈ ഒരു കഥ എന്ന് പറയുന്നത് നമ്മളങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത, എന്നാൽ അതിനകത്ത് മിത്തുണ്ട്, ഫിക്ഷനുണ്ട്, മാജിക്കൽ മൊമെൻറ്റ്സ് ഉണ്ടാവും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് ആണ്. അപ്പം ഈ ഒരു കഥ ഭയങ്കരമായിട്ട് എന്നെ ഈ ഒരു സിനിമയിലേക്ക് ഹുക്ക് ചെയ്തതാണ്. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മെയിൻ പോയിൻ്റാണ് അത്, ഈ സിനിമ വരുന്നത് 3Dയിലാണ്. നമ്മൾ ഒരുപാട് സിനിമകൾ 3Dയിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ മോസ്റ്റ്ലി ഒരു 90% സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഹോളിവുഡിലാണ്. പിന്നെ കണ്ടിട്ടുള്ള വളരെ കുറച്ച് ഇന്ത്യൻ സിനിമകളിൽ മാത്രമേ നമ്മൾ 3D കണ്ടിട്ടുള്ളൂ. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഇൻ്റർവ്യൂസിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സിനിമയ്ക്ക് 3D ഭയങ്കരമായിട്ട്, 3D ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ 3D ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ ഈ കണ്ണിലേക്ക് വരുന്ന എഫക്റ്റുകൾ അങ്ങനെ മാത്രമല്ല, ഈ സിനിമ ഇവരുടെ കഥ പറച്ചിലിനകത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് 3D ആയിട്ട് നമുക്ക്, അതായത് 3Dയിൽ കണ്ടാൽ കുറച്ചുകൂടെ ആൾക്കാർ ആ ഒരു വേൾഡിലേക്ക് ഇൻവോൾവ് ആവും. അങ്ങനത്തെ ഒരുപാട് സീക്വൻസുകളുണ്ട് ഈ ഒരു സിനിമയിൽ. സോ ഈ ഒരു സിനിമ 3Dയിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയല്ല, 2Dയിൽ എടുത്തിട്ട് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ അത് 3D ആക്കിയതാണ്. എന്നാൽ പോലും നമ്മുടെ RRR ഒക്കെ അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്ത പടങ്ങളാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ആ ഒരു വേൾഡിൽ ഇൻവോൾവ് ആയിരിക്കും, നമ്മൾ ആ ഒരു സ്ഥലത്തായിരിക്കും കുറച്ച് നേരത്തേക്ക്. അപ്പം സോ ഒരു 3D എന്ന് പറയുന്ന എലമെൻറ്റ് വന്നതാണ് അടുത്തൊരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ടെക്നിക്കൽ ടീമാണ്. അതിനകത്ത് ഇൻക്ലൂഡിങ് ഡയറക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടമാണ്, എന്നാൽ പോലും അദ്ദേഹം ഒരുപാട് വലിയ പടങ്ങളുടെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എന്ത് പോയിൻ്റ്, ഗോദ, അങ്ങനത്തെ ഒരുപാട് വലിയ സിനിമകളിൽ അദ്ദേഹം പാർട്ടായിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഇതുപോലൊരു ഫസ്റ്റ് സിനിമ ചെയ്യുന്ന ഒരാളുടെ വിഷൻ നമ്മുടെ ബേസിലൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർവ്യൂ അല്ല, ഇതിൻ്റെ തന്നെ ഒരു പ്രൊമോഷണൽ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിൽ പോലും ഒരു ചെറിയ സിനിമയാണ് ഫസ്റ്റ് കൺസീവ് ചെയ്തത്, പക്ഷേ ഇതും ചെയ്തത് ഭയങ്കര വലിയൊരു സിനിമയാണ്. അതിനൊരു കോൺഫിഡൻസ് വേണം. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസിൽ ഭയങ്കരമായുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ ഫസ്റ്റ് പടം എന്ന് പറയുന്നത് നമ്മുടെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നം വരും. അപ്പോഴും അത്രയും റിസ്ക് ആയിട്ടുള്ളൊരു വലിയ സിനിമയാണ് അദ്ദേഹം ചെയ്തത്. സോ അദ്ദേഹം, പിന്നെ ഇതിന് ടെക്നിക്കൽ ടീമാണ്. അതിൻ്റെ ഫസ്റ്റ് എടുത്ത് പറയേണ്ട ആളെന്ന് പറയുന്നത് നമ്മുടെ ജോമോൻ ടി ജോൺ.
അദ്ദേഹം ഒരു സമയത്ത് ഭയങ്കരമായ വലിയ പടങ്ങളാണ് അദ്ദേഹം ചെയ്തെങ്കിലും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സമയത്ത് പ്രൊഡക്ഷനിലോട്ട് മാറി പിന്നെ വളരെ ടൈം എടുത്തിട്ടൊക്കെയാണ് സിനിമകൾ ചെയ്യുന്നത്. ഇപ്പം മലയാളത്തിൽ തന്നെ ഒരുപാട് നാളായെന്ന് തോന്നുന്നു വന്നിട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത് അതിനൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഒക്കെ ഉണ്ട്. ഭയങ്കരമായ ഒരു വിഷനുള്ള ഒരു ക്യാമറാമാനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. പിന്നെ ഷമീർ മുഹമ്മദ് അതിൻ്റെ എഡിറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം ഓഫ് കോഴ്സ് ഒരു ഭയങ്കരമായിട്ടുള്ള എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു എഡിറ്ററാണ്. പിന്നെ ഡിബു നയനാൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ. മ്യൂസിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് വരുന്ന ഇതിൻ്റെ കാസ്റ്റാണ്. കൃതി ഷെട്ടി ഇതിനകത്തൊരു നായികയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് 3-4 നായകന്മാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കൊന്ന് മലയാളത്തിൽ ഒരു ഒട്ടുമിക്ക മെയിനായിട്ടുള്ള അല്ലെങ്കിൽ പോലും എന്നാലും വലിയൊരു താരനിര വരുന്ന ഒരു സിനിമയാണിത്. അതുപോലൊരു വലിയ ക്യാൻവാസിൽ വരുന്ന സിനിമ. ഇത്തരം കാര്യങ്ങളാണ് എന്നെ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റ് ഉണ്ടാക്കിയത്. ഇതിപ്പം എന്താ പറയുക, ഈ സിനിമയ്ക്ക് വളരെ വലിയൊരു പിന്നീടൊരു കാര്യം കൂടെ പറയേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. മറ്റ് ഭാഷകളിലും ഇത് ഡബ് ചെയ്ത് ഇറക്കുന്നുണ്ട്. അതിൽ വന്നിരിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസുകൾ, അതായത് ഇത് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, അതായത് സ്റ്റേറ്റുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊഡക്ഷൻ കമ്പനികൾ. കന്നഡയിൽ ഹോംബാലയാണ്, തെലുങ്കിൽ മൈത്രി മൂവി മേക്കേഴ്സാണ്, പുഷ്പയൊക്കെ ചെയ്ത. പിന്നീട് തമിഴിൽ എനിക്ക് തോന്നുന്നു ലൈക്കയാണെന്ന്. അങ്ങനെ ഇതിൻ്റെ പ്രൊഡക്ഷൻ, അതായത് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന അതാത് സ്റ്റേറ്റുകളിൽ എടുത്തിരിക്കുന്നവരും അത്യാവശ്യം അവിടെ ഭയങ്കരമായ വലിയ പടങ്ങൾ ചെയ്യുന്ന ടീമാണ്. അപ്പം അവരൊരു ചുമ്മാ ഒരു സിനിമയിൽ വന്നിട്ട് അതിനകത്ത് ഒരിക്കലും കൈ കൊടുക്കില്ല. അതൊരു വളരെ കീ ആയിട്ടുള്ളൊരു എക്സൈറ്റിംഗ് പോയിൻ്റാണ്. എന്നിരുന്നാലും നാളെയല്ല, ഇന്ന് സിനിമ റിലീസായിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, നമ്മൾ ഈ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ അറിയും. അതിനു മുമ്പ് ഈ ഒരു കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. ഈ ഒരു ടീമിന് വളരെ വലിയൊരു, അതായത് എനിക്ക് തോന്നുന്നൊരു 6-7 വർഷം, എൻ്റെ ടീമല്ല എന്നാൽ പോലും എൻ്റെ ഡയറക്ടർ 6-7 വർഷം ഇതിൻ്റെ പിന്നിൽ തന്നെ നിന്നിട്ടുണ്ട്. 6-7 വർഷം എന്ന് വെച്ചാൽ കണക്കിലാണ്. അദ്ദേഹം കഥയൊക്കെ എഴുതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വർഷങ്ങളുണ്ടാകും. അതിനുള്ളൊരു വലിയ വിജയം തന്നെ ഈ ഒരു സിനിമയ്ക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. എക്സ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ, പിന്നെ ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. അങ്ങനെ ഒരു വലിയ വിജയം ഈ സിനിമ ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ അതിനു വേണ്ടിയിട്ട് അത്ര ഒരു എന്താ പറയുക, അതിനുവേണ്ടി അവരത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്ര ഒരു വലിയ വിജയം വരട്ടെ. നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പം കുറേ കാലങ്ങളായിട്ട് കുറച്ച് നാളുകളായിട്ട് അങ്ങനെ കേൾക്കുന്ന കാര്യങ്ങളൊന്നും അത്ര നല്ലതല്ല. പക്ഷെ അതൊന്നും ഈ ഒരു സിനിമയെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. നല്ല സിനിമകൾ വരുമ്പോൾ അത് പ്രേക്ഷകർ, ഇനി അതത്ര വേഴ്സ് സിനാരിയോ ആണെങ്കിലും വേഴ്സ് സിറ്റുവേഷൻ ആണെങ്കിലും മലയാളികൾ അങ്ങനെയൊന്നും ഒരു സിനിമ കാണില്ലെന്ന് നമുക്കറിയാം. ഈ ഒരു പടവും ഈ ഒരു സിറ്റുവേഷനാണെങ്കിൽ പോലും വലിയൊരു വിജയമായി തീരട്ടെ. എല്ലാവർക്കും ഒരു ഓണക്കാലത്ത് നമുക്കെല്ലാം തിയേറ്ററിൽ പോയിട്ട് ആവേശം വെക്കാനുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു സിനിമയിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു കഥയാണ്. ആ കഥയിൽ ഒരുപാട് എന്നുവെച്ചാൽ എന്താണ്, 3 കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാലും നോൺ ലീനിയറിൽ കഥ പറയുന്ന സിനിമ തന്നെ ആയിരിക്കും. പക്ഷെ അത് അത്ര കോംപ്ലിക്കേറ്റഡ് കഥയിൽ നിന്ന് ടൊവിനോ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇത്രയും വലിയൊരു കഥയാകുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻസ് അവിടെ അടിക്കാത്ത രീതിയിൽ വളരെ നീറ്റായിട്ട് പറഞ്ഞിരിക്കുന്നതെന്നാണ് ടൊവിനോ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സിനിമ അവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.